ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയർ മൂഡായിട്ടാണ് വന്നിരിക്കുന്നത്. സ്നോക്കർ ചാൻസ് എന്ന ഗെയിമാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് സെല്ലും ഇതില്ല. നമുക്ക് 41 മില്യനാണ് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടിയത്. നമുക്ക് ഇച്ചിരി പ്ലേസിനൊക്കെ വിറ്റ് കഴിഞ്ഞാൽ പൈസ കൂട്ടി കിട്ടും. മഗ്ഗേറിന് നമ്മൾ അറ്റ്ലാന്റിക് കൊടുക്കുന്നുണ്ട്. പിന്നെ റൊണാൾഡോ നമുക്ക് വെറും 3 മില്യൺ കിട്ടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണ്ടേ? ക്രിസ്ത്യാനോ റൊണാൾഡോ ബാക്ക് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂന്നാമത്തെ തവണ ആയിരിക്കുന്നു. പിന്നെ നമ്മുടെ ടീം സെറ്റ് ആയിരിക്കുന്നു. നമുക്ക് റൊണാൾഡോനെ ക്യാപ്റ്റൻ ആക്കാം. റൊണാൾഡോനെ ക്യാപ്റ്റനാക്കി പെനാൽറ്റി ടേക്കറാക്കി. നമുക്ക് മാനുവൽ ഉഗാർട്ടേനെ സെയിലും ചെയ്തു ഞാൻ. പിന്നെ ലൂക്ക് ഷോനെയും മിറ്റർലൻഡോഫിനെയും സെയിൽ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് അതിന് സിർസീനൊക്കെ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സിർസീനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രശ്നം കഴിഞ്ഞു. സിർസീനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി പൈസ കിട്ടും. 14 മില്യൺ അടുത്തൊക്കെ കിട്ടും. അതുകൊണ്ട് പകുതി പ്രശ്നം കഴിയും. അത്രയും മില്യൺ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് പോലീസിക്കിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോലീസിക്കിന് എത്ര മില്യന് കിട്ടും? 60 ഒന്നും കൊടുക്കണ്ട, ഒരു 56 കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഓക്കെ, അടുത്ത നമുക്ക് പോലീസിക്കിനെ പിടിച്ച് ടീമിലിടാം. പിന്നെ നമുക്ക് അതിനെ വാങ്ങാം. ലെഫ്റ്റ് വിങ്ങിനെ വാങ്ങാട്ടോ. ലെഫ്റ്റ് വിങ് നമുക്ക് ലൂയിസ് ഡിയാസിനെ വാങ്ങണോ, കിൻസ്ലി കോമാനെ വാങ്ങണോ, കോഡി ഗാക്പോനെ വാങ്ങണോ? ലൂയിസ് ഡിയാസ് വേണോ? ലൂയിസ് ഡിയാസ് വേണ്ട. കോഡി ഇതല്ല, കിൻസ്ലി കോമാൻ സൈൻ ചെയ്യാം. കിൻസ്ലി കോമാൻ സൈൻ ചെയ്യാ. ഒരു എത്ര കൊടുക്കും? ഒരു 50 കൊടുത്താലോ? 50 കിട്ടോ? ഓക്കെ, കിട്ടി. കിൻസ്ലി കോമാനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്യണ്ടേ? ഹോയിലിനെ നമുക്ക് റിസർവ്സിലിടണ്ട. മറ്റേ ഗോൾ കീപ്പർ, ബാക്കപ്പ് ഗോൾ കീപ്പറായിട്ട് മറ്റേ ബൈൻഡി എന്ന് പറഞ്ഞ കീപ്പറുണ്ട്. ഫസ്റ്റത്തെ മാച്ച് വരുന്നത് ഫൈനലാണ് സൂപ്പർ കപ്പിൻ്റെ. അതാണെങ്കിൽ സിറ്റി ആയിട്ടാണ് വന്നെ. തുടക്കം തന്നെ ആ സിറ്റിക്ക് ഒരു മികച്ച ചാൻസ് കിട്ടി. പക്ഷേ ഹാളൻഡിനടിക്കാൻ പറ്റുമോ? അടിച്ച് തുടക്കത്തിൽ തന്നെ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ അവരെ അടിച്ചു. 10 മിനിറ്റായി ഇപ്പം തന്നെ അവർക്ക് രണ്ടാമത്തെ ചാൻസ് കിട്ടി. അടിച്ചില്ല. ആൻഡ്രോനാനയുടെ കൈകളിലൊക്കെ ആയതുകൊണ്ട് ആൻഡ്രോനാനയ്ക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റി. നമുക്ക് നോക്കാം. വീണ്ടും ഓനാനയ്ക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റി. പിന്നെ ഇനി എന്തൊക്കെയാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാ മാൻ സിറ്റിക്ക് ഇത് ഗോളാണോ? ഈ പ്രാവശ്യം ഞാൻ കിഡിയിലും സേവാണ് ചെയ്തത്. ഓനാന ഫോമായിരിക്കുന്നു. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. 30-ാം മിനിറ്റ് ആയപ്പോഴേക്കും നമുക്ക് ഒരു ചാൻസ് കൂടി കിട്ടി. നമ്മൾ ഇനി സിറ്റി കരിയർ മൂഡ് ചെയ്യാം. സിറ്റി ഇച്ചിരി സെറ്റ് ടീമാണ് യുണൈറ്റഡിൻ്റെ. ഇതിനേക്കാളും 1900 അപ്പം എനിക്കൊരു ഗോളടിച്ച് നമ്മുടെ ടീമിനെ. ഇനി 1998 യുണൈറ്റഡിനെ നമുക്ക് കളിക്കുമ്പോൾ അപ്പം തന്നെ ഫിംബോങ് അടിച്ചു. ഫിംബോങ് ലിവർപൂളിലേക്ക് അങ്ങാണ്ടല്ലേ പോകുമെന്ന് പറഞ്ഞ് സിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. ലിവർപൂളിൻ്റെ റൈവലായ സിറ്റിയിലേക്ക് പോയി. ഇത് അടുത്ത ചാൻസ് ഫിൽഫോർഡ് അടിച്ച് ഏകദേശം കളി പോയിട്ടുണ്ട്. കളി തോറ്റു. നമുക്ക് പിന്നെ ചാൻസ് കിട്ടുമോന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയില്ല. ഭാഗ്യത്തിന് ഹാളൻഡിൻ്റെ കയ്യിൽ കിട്ടിയില്ല. അടുത്ത ചാൻസ് നമുക്ക് തന്നെ കിട്ടി അടിക്കാൻ പറ്റുമോ? റൊണാൾഡോ പക്ഷേ കിട്ടിയില്ല. രണ്ടാമത്തെ തവണ ലക്ക് കൊണ്ട് നമുക്കൊരു ഗോൾ അടിക്കാൻ പറ്റി. പിന്നെ ഒരു കിണ്ണം ചാൻസ് കിട്ടിയില്ല. ഇതടിച്ചു കഴിഞ്ഞാൽ സെറ്റായി. പിന്നെ ഇവിടെ ഒരു ചാൻസ് നമ്മുടെ റൊണാൾഡോ അല്ല, പോലീസുകാരൻ്റെ കിൻസ്ലി കോമാൻ വട്ടം കറങ്ങുന്നു. പക്ഷെ പന്ത് പോയിരിക്കുന്നു.
പന്ത് കാലിന്ന് പോയി നമുക്ക് ഇച്ചിരി സബ് ചെയ്യാൻ മതിയാലോ. പിന്നെ മക്കോബി മേനിയോനെ ഗർണാജോനെ മാറ്റാണോ, ഗ്രാൻചോ റൊണാൾഡോ കളിക്കട്ടെ. പോയില്ലെങ്കിൽ നമുക്ക് അവിടെ ഇറക്കി വിടാം. സെറ്റായിട്ടുണ്ട്. അവിടെ ഒരു ഫ്രീ കിക്കല്ലേ എടാ, സെറ്റായി. റൊണാൾഡോ ഗോളടിക്കാൻ പറ്റോ? ഇല്ല. പറ്റും. ചാൻസ് ഉണ്ട്, പക്ഷെ കളി തോറ്റു. ആ കളി അവിടെ തോറ്റു. പിന്നെ അടുത്ത കളി ചെൽസി ആയിട്ടാണ്. ചെൽസിയായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. 3-ാം മിനിറ്റിൽ തന്നെ അവർക്ക് ചാൻസ് കിട്ടി. നമ്മൾ ഈ കളി തോറ്റു കഴിഞ്ഞാൽ അത് ഭയങ്കര ബാഡ് ടീമാണ് ഈ സീസൺ എന്നാണ് അർത്ഥം. ചെൽസി അത്യാവശ്യം നല്ല ടീമായതുകൊണ്ട് അങ്ങനെയും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു. ഇവിടെ ചാൻസ് ആരടിക്കും? കിൻസ്ലി കോമൻ ഗോൾ അടിച്ചിരിക്കുന്നു. ഒരു മികച്ച ഗോൾ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഫ്രീ കിക്ക് നമുക്ക് മസറാവിക്ക് കൊടുക്കാം. മസറാവി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളി സേവ് ചെയ്തു. ഇതാ പിന്നത്തെ കളി ബ്രൂണോ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മികച്ച ചാൻസ് കിട്ടിയതാണ്. ബ്രൂണോക്ക് അത് സ്കോർ അടിക്കാൻ പറ്റിയില്ല. ഇതാ കിൻസ്ലി കോമാൻ ആ ഗോളടിച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട് ആ കളി. പിന്നെ ഒന്നും ഉണ്ടായില്ല. അടുത്ത കളി സ്കിപ്പ് അടിക്കുമ്പോൾ അവരുടെ ഒരു ഗോൾ ഉൾപ്പെടെ മസറാവി 2 ഗോൾ അടിച്ചിരിക്കുന്നു. നെക്സ്റ്റ് കളി എവർട്ടൺ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ കളി തുടങ്ങിയിരിക്കുന്നത് ആ ഗോളടിച്ച് തന്നെ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ അവർക്കൊരു ചാൻസ് കിട്ടി. 41-ാം മിനിറ്റ് ബെറ്റോ ഗോളടിച്ച് അവരെ ലീഡ് എടുപ്പിക്കുന്നു. ലീഡല്ല, ഡ്രോ ആക്കി. ഇത് ഗോളടിക്കാൻ പറ്റുമോ? ക്രിസ്ത്യൻ മ്യൂസിക്കായ കളി ഏകദേശം നമ്മുടെ ലീഡിലേക്ക് എത്തിച്ചു. ഏകദേശം വിക്ടറി ആയിരുന്നു തോന്നുന്നു. ആർക്ക് 3-4 ചാൻസ് കിട്ടും. ഇച്ചിരി സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാം. പിന്നെ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള കളി ഞാൻ നേരെ അങ്ങ് കളിക്കാൻ പോണു. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കളി 2-1 കളി കഴിഞ്ഞത്. ഈ കളിയിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ചാൻസ് കിട്ടി. അത് നമ്മുടെ ഡിഫൻഡറല്ല നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ സെറ്റാന്ന് റൊണാൾഡോ പരിഗണിക്കുന്ന ഗോളടിച്ചു. ഇതാ പന്ത് കൊണ്ട് ഈ കളി എങ്ങനെയെങ്കിലും ജയിക്കണം. സിറ്റി ഏകദേശം അടവിനെ സെക്യൂർഡ് ആക്കിയിട്ടുണ്ട്. ഒരു ഗോള് എങ്കിലും അടിക്കണം. ആ കളി അവസാനിച്ചു. നമ്മൾ ഒരു ഗോള് കളിയിലടിച്ചു, പക്ഷെ കളി ജയിക്കാൻ പറ്റിയില്ല. അടുത്ത കളി ഞാൻ കാണിക്കുള്ള കാര്യത ഒരു ആവറേജ് ടീമാണ്, അതുകൊണ്ട് കാണിക്കല്ല കളി ഞാൻ കാണിക്കല്ല. അതുകൊണ്ട് ഈ കളി 4-0 അമ്മ ജയിക്കും. 4-0 കണ്ട 4-0 അമ്മ കളി ജയിച്ചു. പിന്നെ സ്പിച്ച് ടൗൺ ആയിട്ടുള്ള കളി നമുക്ക് സ്കിപ്പ് അടിക്കാം. ആ കളി നമുക്ക് ജയിക്കാൻ പറ്റുമോ? 3 ഗോൾ അടിച്ചു. 3 ഗോൾ അടിച്ചു. ലെസ്റ്ററിനോടും ഇസ്പിച്ചിനോടും നമ്മൾ കളിച്ചത്. റൊണാൾഡോ ടോപ്പ് സ്കോറർ 5 ഗോളായിട്ട് റൊണാൾഡോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്